ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേരിയസിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അക്വേരിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഒരു കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്, അവിടെയും എന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നുവെച്ചാൽ അവിടെ വേറെ തരത്തിലാണ് വീഡിയോസ് ഇടാറ്, നിങ്ങൾക്ക് അവിടെ എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അതല്ലാണ്ട് എന്തെങ്കിലും ഓഫേഴ്സും ഡിസ്കൗണ്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ആദ്യം ഇടാറ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അങ്ങനത്തെ ഇൻഫർമേഷനും കിട്ടും. നിങ്ങൾക്ക് വേണമെച്ചാൽ ആ ഓഫേഴ്സും ഡിസ്കൗണ്ട് യൂസ് ചെയ്യാം നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട്. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പർ ആവാം. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് ഉടനെ കാണാൻ പറ്റും, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സിൻ്റെ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ, എന്താണ് ഇപ്പോഴത്തെ തടസ്സം ഈ റിലേഷൻഷിപ്പിൽ, എന്താണ് ഔട്ട്കം ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേരിയസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി അക്വേരിയസിന് വേണ്ടിയിട്ട് അക്വേരിയസിൻ്റെ ഓവറോൾ എനർജി നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഏസ് ഓഫ് കപ്സ്. നിങ്ങൾ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ നൈറ്റ് ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കിങ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൂൾ. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് മൂൺ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഹാങ്ഡ് മാൻ. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ക്വീൻ ഓഫ് കപ്സ്. എന്താണ് ഇവിടെ ഔട്ട്കം? അപ്പോൾ അക്വേരിയസ്, ഇവിടെ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഈ സമയത്ത് നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്കൊരു ധൃതിയൊന്നുമില്ല. പറഞ്ഞാൽ ഈ പേഴ്സണെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ അവരുടെ കൂടെ എന്താ ഫ്യൂച്ചറുള്ളതെന്ന് ഈ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവണില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡിസിഷൻ എടുക്കണം എന്നില്ല. ഇത് മെല്ലെ നമ്മൾക്ക് നോക്കിയിട്ട് മതി എന്ന് അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി എഫേർട്ട് കാണണം. ഈ പേഴ്സൺ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് തയ്യാറാണോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ കാണുന്നത്? മജിഷ്യൻ. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ. ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ, ഫയർ സൈൻ. നിങ്ങളൊരു ഫയർ സൈൻ്റെ കൂടെ ആയിരിക്കും ഡെയിലി ഉണ്ടാവുക, ഒരു ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൻ്റെ എനർജി കാണുമ്പോൾ അവർ കുറേ പാഷനറ്റ് ആണ്. അവർക്ക് എല്ലാം കാര്യങ്ങളും ഉടനെ വേണം എന്ന് ഉണ്ടാവും. പറഞ്ഞാൽ അവരുടെ എനർജി അങ്ങനെയാണ്, കുറേ എക്സൈറ്റഡ് എനർജിയാണ്. അവർ ഒന്നിലും ഹെസിറ്റേറ്റ് ചെയ്യാറില്ല. മനസ്സിലെന്താണെന്ന് വെച്ചാൽ അവർ തുറന്നു പറയും. അവർക്ക് അങ്ങനെ ഒരു പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് അവർക്ക് വേണം എന്നുണ്ട് ഇവിടെ. പേജ് ഓഫ് സോഡ്സ്. അപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് അവർ ക്യൂരിയസ് ആണ്. പറഞ്ഞാൽ അവർക്ക് അറിയണം എന്നുണ്ട് എന്താ നിങ്ങൾ ചെയ്യണത്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കണേ, നിങ്ങളുടെ പാസ്റ്റ് എല്ലാം കാര്യങ്ങൾ അവർക്ക് അറിയണം എന്നുണ്ടാവും. അവർ നിങ്ങളെ മെസ്സേജസൊക്കെ അയക്കുന്നുണ്ട്. കുറേ ഫ്ലേർട്ടിങ് ടൈപ്പ് ഓഫ് എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോണു. ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷനാണ് ഇത്. പറഞ്ഞ ഒരു പേഴ്സൺ കുറേ ഒരു ധൃതിയിലെ മാതിരി
ഓക്കെ, കാര്യങ്ങൾ വേഗം വേഗം മുമ്പോട്ട് പോകുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. പക്ഷേ അതാണ് ഞാൻ പറയണത്, നിങ്ങളുടെ എനർജി കുറച്ചുകൂടിയും ഒരു സ്ലോ ആണ്, അവരുടെ എനർജി ഒരു ഫാസ്റ്റ് പേസ്ഡ് എനർജിയാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് മതി, നോക്കുക, മനസ്സിലാക്കിയിട്ട് മതി, അങ്ങനെയൊക്കെ ഒരു എനർജിയിലാണ് നിങ്ങൾ. പക്ഷെ അവരുടെ എനർജിയിൽ അങ്ങനെയല്ല. ഇവിടെ കുറേ ഒരു എക്സൈറ്റിംഗ് എനർജിയാണ്, ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. പക്ഷേ കാര്യങ്ങൾ വേഗം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കിങ് ഓഫ് വാൻസ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ കുറേ ഒരു പാഷനറ്റ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഒരു കാര്യത്തിലും അവർക്ക് മടിയില്ല, അവരെ ഒരു പറയാനൊന്നും അവർ അങ്ങനെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയും. ഓക്കെ, കുറേ ഓപ്പൺ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ കാണുന്നത് നിങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഇമോഷൻസ് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ പ്രാക്ടിക്കലാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ കാണുന്നത് ചിലവർക്ക് മേ ബി പാസ്റ്റിൽ ഒരു ഡിവോഴ്സോ സെപ്പറേഷൻ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ മേ ബി പാസ്റ്റ് റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്തില്ല, അതല്ല വെച്ചാൽ ഒരു ഡിവോഴ്സിൻ്റെ എനർജിയും ആവാം. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ്, ഇവിടെ 8 ഓഫ് സോഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും ഈ എനർജി ഡിഫറൻസിൻ്റെ കാരണമാണ് ഈ സിറ്റുവേഷനിൽ കുറച്ചൊരു സ്റ്റാഗ്നൻറ്റ് എനർജി കാണുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ മുമ്പോട്ട് പോകാൻ കുറച്ച് സമയം വേണം. നിങ്ങൾ ആക്ച്വലി അത്ര ഷുവർ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ചൊരു ഹെസിറ്റേഷൻ ഉണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന്. ഈ പേഴ്സൺ ആക്ച്വലി കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റാണ്. അവർ കുറേ ഫ്രീ ആണ്, അങ്ങനെ ഒന്നും മനസ്സിൽ വെക്കാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. കൂടുതൽ അവർ പ്ലാൻ ചെയ്യാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എന്താ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടോയെന്ന് നോക്കണം എന്നുണ്ട്. പക്ഷേ ഇവിടെ വേറെ ആൾക്കാരുണ്ട് അവരുടെ ലൈഫിൽ. ഓക്കെ, ചില ക്ലാഷ് ഉണ്ട്, ചില കോൺഫ്ലിക്റ്റ് ഉണ്ട്. അവർ മാരീഡ് ആയിരിക്കാം, അതല്ല വെച്ചാൽ അവരുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ടാവാം. അതുകൊണ്ടുമാണ് നിങ്ങൾ കുറച്ചൊരു ഹെസിറ്റേറ്റ് ചെയ്യണത്. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് പക്ഷെ നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. പക്ഷേ ഇവിടെ എന്തോ വേറെ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ അവരുടെ ഭാഗത്തു നിന്നാണോ അറിയില്ല. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഭാഗത്തിലും ഞാനൊരു സെപ്പറേഷൻ കാണുന്നുണ്ട്, ഒരു ഡിവോഴ്സ് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ റീസെൻ്റ്ലി എന്തെങ്കിലും ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും. ഉടനെ എനിക്ക് കല്യാണം കഴിക്കണ്ട, ഉടനെ എനിക്ക് കമ്മിറ്റ് ചെയ്യണ്ട. അപ്പോൾ അങ്ങനത്തെ ചിന്തകൾ ഉണ്ടാവുന്നത് കുറേ നോർമലാണ്. അപ്പോൾ അതിൻ്റെ കാരണമായിരിക്കാം നിങ്ങൾ കുറച്ചൊരു ഹെസിറ്റേറ്റ് ചെയ്യണത്. പക്ഷേ ഈ പേഴ്സണ് അവർ ആ ബാക്ക്ഗ്രൗണ്ടിനല്ല വരണത്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 3 ആണ്. നിങ്ങൾക്ക് കുറേ ഫിയർ ഉണ്ട് ആക്ച്വലി. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കുറേ പേടിയുണ്ട്. അത് ഈ സിറ്റുവേഷൻ വർക്കൗട്ട് ചെയ്യുമോയെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ മനസ്സിൽ തന്നെ എന്താണ് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടതെന്ന് തന്നെ നിങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ കുറച്ച് മെല്ലെ മതി ഡിസിഷൻസ് എടുക്കുക എന്ന് തോന്നുന്നുണ്ടാവുക നിങ്ങൾക്ക്. 3 ഓഫ് സോഡ്സ്, നിങ്ങൾക്ക് ഈ പേഴ്സണെ ഹേർട്ട് ചെയ്യണം എന്നില്ല. ഓക്കെ, നിങ്ങൾ മുമ്പേ ഹേർട്ട് ആയിരിക്കണോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സണെ ഹേർട്ട് ചെയ്യണം എന്നില്ല. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ. അവർ ആക്ച്വലി നിങ്ങളെക്കുറിച്ച് കുറേ സീരിയസ് ആണ്. ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട് അവർക്ക് നിങ്ങളുടെ കൂടെ, മാരേജ് വേണം എന്നുണ്ട് അവർക്ക് നിങ്ങളുടെ കൂടെ. അപ്പോൾ അവർക്ക് ഈ സിറ്റുവേഷനിൽ ഒരു ബാലൻസ് വേണം, സ്റ്റെബിലിറ്റി വേണം, മാരേജ് വേണം, ഫ്യൂച്ചർ വേണം, അങ്ങനത്തെയൊക്കെ ഒരു എനർജിയിലാണ് അവർ. നിങ്ങളുടെ ആക്ഷൻ, നിങ്ങൾ ആക്ച്വലി കുറച്ച് സമയം എടുക്കും. എന്നുവെച്ചാൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാനൊരു ആക്ഷനും കാണില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ ഇപ്പോഴും എവിടെയോ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ നോക്കണു, ഹീൽ ചെയ്യാൻ നോക്കണു. ഇവിടെ ഒരു പുതിയ പാഷനറ്റ് ബിഗിനിങ് കാണാണ്ട്, പക്ഷെ നിങ്ങൾ കുറേ ഒരു ഡിറ്റാച്ച്ഡ് പോലെയാണ്. നിങ്ങളുടെ ഇമോഷണൽ സൈഡല്ല, നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡിൽ നിന്നാണ് കാര്യങ്ങൾ സംസാരിക്കണതും ചിന്തിക്കണതും. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷനിലെ ക്വീൻ ഓഫ് കപ്സ്, അവർ കുറേ ഇമോഷണലാണ്. അവർ നിങ്ങളോട് എല്ലാം കാര്യങ്ങൾ തുറന്ന് പറയണു. അവരുടെ ഭാഗത്തുനിന്ന് അവർ ഒന്നും ഹൈഡ് ചെയ്യണില്ല. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, എല്ലാം അവർ ക്ലിയറായി നിങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹെസിറ്റേഷൻ കണ്ടിട്ട് അവരും കുറച്ചൊരു പിന്മാറണു ഇവിടെ. എന്നുവെച്ചാൽ അവർക്കറിയാം നിങ്ങൾ റെഡി അല്ലാന്ന്. അവർ ഇവിടെ പക്ഷെ നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഓഫർ തരാൻ പോകുന്നുണ്ട്. ഓക്കെ, എംപററാണ് ഔട്ട്കം. അപ്പോൾ ഇവിടെ
ഒരു കുറച്ചൊരു റിജിഡ് എനർജി കാണാണ്ട് എംപ്രർ. ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാണോ, അത് ആണ് നിങ്ങൾക്ക് നോക്കേണ്ടത്. ഇവിടെ ഞാൻ ഔട്ട്കം ഒക്കെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇവിടെ ഫോർവേഡ് മൂവ്മെൻറ്റ് ഉണ്ട്, ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോണു. ഇവിടെ കുറേ ബ്യൂട്ടിഫുൾ ഒരു എന്താ പറയുക, ഒരു പുതിയ സ്റ്റാർട്ടിൻ്റെ എനർജി ഉണ്ട്, പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യണ എനർജി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ കാണാനുണ്ട്. പക്ഷേ അത് ടോട്ടലി നിങ്ങളുടെ ഡിസിഷൻ ആയിരിക്കണം അക്വേരിയസ്. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഒരു തടസ്സം കാണില്ല, നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് അത് കൂടുതൽ ഒരു ബ്ലോക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് സമയം ആവുമ്പോഴേക്കും സമയം മുമ്പോട്ട് പോകുമ്പോഴേക്കും അത് മേ ബി നിങ്ങൾ അതിന് പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അത് കുറച്ച് സമയത്തിൻ്റെ ഉള്ളൂ, അത് കുറച്ച് സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഞാൻ പോസിറ്റീവ് ഔട്ട്കമാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കുറേ ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, കുറേ സൈൻസ് ഉണ്ട് ആക്ച്വലി ഇവിടെ. ഓക്കെ, പക്ഷേ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് പറയണത്. അപ്പോൾ എന്താണ് ഇവിടെ? ഡിസെപ്ഷൻ ഉണ്ട്. സമ്മൺ ഈസ് വെയറിങ് എ ഫോൾ സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചൊരു നെഗറ്റീവ് കാർഡാണ്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, നിങ്ങൾ രണ്ടാളുടെയും മുമ്പേയും ഒരു പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കണക്ഷനാണ് ഇത്. പക്ഷേ ഡിസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുണ്ടാവില്ല. നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എത്ര വിഷമമാവണമെന്ന് നിങ്ങൾക്കത് മനസ്സിലാവുണ്ടാവില്ല. പക്ഷേ ആ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞ മാതിരി ലവ് ഉണ്ട്. ഇപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് റെസൊനേറ്റ് ആയില്ല, ഇത് നിങ്ങളുടെ സ്റ്റോറി അല്ല, ഇതാണ് നിങ്ങളുടെ സ്റ്റോറി വെച്ചാൽ നിങ്ങൾക്ക് സൈഡ് സ്വിച്ച് ചെയ്യാം. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, അത് ഈ സൈഡായിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡ്, ഇത് നിങ്ങളുടെ സൈഡായിരിക്കാം, അങ്ങനെയും ആവാം. പക്ഷേ എന്തായാലും ഇവിടെ ഒരു പേഴ്സൺ കുറേ ഇങ്ങനെ ഒരു വിഡ്രോ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, മറ്റേ പേഴ്സൺ ഓപ്പൺ ആണ്. ഓക്കെ, അങ്ങനെയാണ് ഞാനിവിടെ കാണുന്നത്. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ചാൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് ക്ലാരിറ്റി എടുക്കാം. എന്നുവെച്ചാൽ ഇവിടെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാം ഒരു കൃത്യമായി ഔട്ട്കം കിട്ടാൻ കുറച്ചൊരു ഡിഫിക്കൾട്ടാണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഇൻഫർമേഷൻ കിട്ടും, ക്ലാരിറ്റി കിട്ടും. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.